ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ നമ്മളെ പ്രവാസികളോട്. ഒരുത്തനിട്ടൊരു പോസ്റ്റ് കണ്ട്, അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നു കേട്ടോ. ഞാൻ 10 വർഷമായിട്ട് പ്രവാസിയാണ്, 1 രൂപ പോലും സമ്പാദ്യമില്ല, എന്നെപ്പോലെയുള്ള ആരെങ്കിലും ഉണ്ടോ വെച്ചിട്ടൊരു പോസ്റ്റ് ഇട്ട കണ്ടിരുന്നു. അതിൽ കമൻറ്റിൽ ഫുള്ള് മുക്കാലും കടം ബാധ്യതയിലെ ആൾക്കാരാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അതായത് 18 വർഷമായിട്ട് പ്രവാസിയാണ്, 10 ലക്ഷം കടാണ്, 25 വർഷമായിട്ട് പ്രവാസിയാണ്, ഇത്ര ലക്ഷം കടാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഇനി പുതുതായിട്ട് പ്രവാസികളാവാൻ നിൽക്കുന്ന ആളുകളോടും ഇപ്പം നിലവിലുള്ള പ്രവാസികളോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് വരുന്ന വരുമാനത്തിനനുസരിച്ച് ചിലവഴിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും കടക്കണിയിൽ പെടൂല. നമ്മൾ വരുന്ന വരുമാനം 100 ആണെങ്കിൽ അതിന് 200-നുള്ള ചിലവ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇപ്പം നാട്ടിലാണെങ്കിലും പ്രവാസിയാണെങ്കിലും കടക്കണി. നാട്ടിൽ നിന്നുകൊണ്ടും കടല്ലാതിരിക്കൂല, ഗൾഫിൽ നിന്നുകൊണ്ടും കടക്കുക. നാട്ടിൽ അടിപൊളിയായിട്ട് കൂലിപ്പണിക്ക് പോയിട്ട് നല്ല കുടുംബം നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളില്ലേ, ഡ്രൈവർ പണി എടുത്തിട്ടും കൂലിപ്പണിക്ക് പോയിട്ടും ഓട്ടോറിക്ഷ ഓടിയിട്ടും സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. എന്നാലും ഓരോ കുടുംബത്തിൽ എന്തെങ്കിലും സമാധാനത്തിനോ സന്തോഷത്തിനോ കുറവുണ്ടോ? നമ്മളെന്താ വെച്ചാൽ എറുമ്പ് അരിമണി പെറുക്കി സ്വരൂപിച്ച് വെക്കണ പോലെ പൈസ 1-2 കൊല്ലം സ്വരൂപിച്ച് വെച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പൈസ എത്രയാണോ നമ്മളെ കയ്യിലുള്ള അതിനനുസരിച്ച് മാക്സിമം പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് 1, 2, 3, 2000, 3000, 4000, 5000 റിയാൽ കടം പേടിച്ചിട്ടേക്കാരം നാട്ടിൽ പോകുക. എന്നിട്ട് നാട്ടിൽ പോയിട്ടോ അവിടെ എന്തെങ്കിലും ആഡംബരത്തിന് കുറവുണ്ടാവില്ല, അവിടെ റെൻ്റേക്കാരം എടുത്തിട്ടും മറ്റുള്ള ഫുള്ള് അടിച്ചുപൊളിയാക്കാരം. അപ്പം എന്താ വെച്ചാൽ നമുക്ക് വേറൊരാൾ തരാല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് വേണമെന്നുള്ളൊരു ചിന്ത വെച്ചിട്ടാണ് നമ്മൾ ജീവിച്ചെന്ന് വെച്ചാൽ പ്രവാസിയാണെങ്കിലും നാട്ടിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഒരിക്കലും കടക്കണി പെടൂല. ഞാൻ 14 വർഷമായിട്ട് പ്രവാസിയാണ്, എൻ്റെ വാപ്പ 10-39 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ നമ്മളൊക്കെ ജീവിതം, എൻ്റെ വാപ്പ പ്രവാസിയായതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ എൻ്റെ വാപ്പ ഒരു കടവും കള്ളിയില്ലാതെ നല്ല രീതിക്കാണ് ഞങ്ങളെ വളർത്തിണ്ടാക്കിയത്. എന്താ വെച്ചാൽ വാപ്പാൻ്റെ കൈമ വരുന്നതിനനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളും കൺട്രോൾ ചെയ്തിട്ട് ജീവിക്കൊണ്ട് തന്നെ ഞങ്ങളെ കുടുംബത്തിലൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളെ വളർത്തിണ്ടാക്കി. ഇപ്പം ഞാനാണെങ്കിലും പ്രവാസിയായതിനു ശേഷം നമുക്ക് വരുന്ന വരുമാനത്തിനനുസരിച്ചുള്ളൊരു ചിലവിലൂടെയാണ് നമ്മൾ ജീവിച്ചത്. നമുക്ക് ആ ജയിലേക്ക് നമ്മളെ കൈമ വരുന്ന പൈസ 1000-2000 വരുന്ന വെച്ചാൽ അതിൻ്റെ ഇരട്ടി പൈസ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ നമ്മൾ കടക്കണി പോവും. അത് ബിസിനസ് ആണെങ്കിലും അത് ശമ്പളത്തിന് പണിക്ക് പോണ ആളുകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ബിസിനസ് ഉണ്ട് എഴുതിയിട്ട് ആ ബിസിനസ്സിൽ നിന്ന് 1-2 മാസം കുറച്ച് പൈസ വരുന്ന കാണുമ്പോൾ നമ്മൾ അതിലേറെ ഇരട്ടി ചിലവ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബിസിനസ് ഒന്ന് ഡള്ളാകുമ്പോൾ നേരെ കുത്തനെ കീപ്പട്ടേക്ക് പോകും നമ്മൾ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വരുന്ന വരുമാനം നോക്കിയിട്ട് നമ്മൾ ജീവിക്കുക. എന്നാൽ പ്രവാസിയാണെങ്കിലും കടത്തിൽ മുങ്ങൂല, നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും കടത്തിൽ മുക്കില്ല. എൻ്റെ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ എത്ര വർഷമായി പ്രവാസിയായിട്ട് നിങ്ങളെ അവസ്ഥ എന്താണെന്നില്ലും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഈ വീഡിയോസിൽ എത്ര ആൾക്കാർ ഇങ്ങനത്തെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കടത്തിൽ വന്നതെന്നില്ലും കൂടിയും അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും.